ഹലോ നമസ്കാരം. മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അലീന സ്റ്റാൻലിയുടെ ഭാര്യയായ എൽസമ്മയെ കാണാനായിട്ട് അഞ്ചലിലെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ട് എൽസമ്മയുടെ ചേച്ചി റീത്താമ്മ അലീനയോടുള്ള ദേഷ്യം കാരണം അലീനയുടെ കാലിക്കൂടെ കാറ് കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ കാല് വയ്യാതാകുന്നുണ്ട് അലീനയ്ക്ക്. ആ ഒരു ദേഷ്യത്തിൽ സ്റ്റാൻലി അവിടെ ചെന്നിട്ട് റീത്താമ്മയുടെ കാറ്, അതായത് സ്റ്റാൻലി എൽസമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത കാറാണ് കേട്ടോ അത് ഇടിച്ച് നശിപ്പിക്കുകയാണ്. എന്നിട്ട് ക്രെയിൻ സർവീസുകാരെ കൊണ്ട് അതെടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം സ്റ്റാൻലി തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. ആ സമയത്ത് കാല് വയ്യാതിരിക്കുന്ന അലീനയെ കാണാൻ മനു അവിടെ എത്തുകയാണ്. മനുവിൻ്റെ വരവൊന്നും സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മനുവിനോട് വളരെ മോശമായിട്ടൊക്കെ സ്റ്റാൻലി പെരുമാറുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അലീന ഏറെക്കുറെ പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. സ്റ്റാൻലിക്ക് ഭക്ഷണം എടുത്തു വെക്കുവാൻ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ ഡൈനിങ് റൂമിലേക്ക് വരുവാനുള്ള അലീനയുടെ ശ്രമം കൂടി സ്റ്റാൻലി നിരോധിച്ചു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, കാലിലെ പ്ലാസ്റ്റർ എടുത്തിട്ട് മതി അഭ്യാസമൊക്കെ സ്റ്റാൻലി കർക്കശമായി ഓർഡർ ഇട്ടിരിക്കുകയാണ്. അയാൾ ജീപ്പുമായി അഞ്ചലിലേക്ക് പോയപ്പോൾ അലീനയും ഔതുക്കുട്ടിച്ചായനും വല്ലാതെ ഭയന്നിരുന്നു. രാത്രിയിലാണ് സ്റ്റാൻലി തിരിച്ചെത്തിയത്. അയാളുടെ വരവും കാത്ത് അലീനയും ഔതുക്കുട്ടിച്ചായനും ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. തിരികെ വന്നു കയറിയപ്പോൾ ആദ്യം തന്നെ അലീന ചോദിച്ചത് പപ്പ റീത്താമ്മയുടെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയാണോ എന്നായിരുന്നു. ഞാൻ ആരോടും വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എന്തിനാണ് പപ്പ അവിടേക്ക് പോയത്? അത് അവരെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. എന്താണ് സംഭവിച്ചിരിക്കുക എന്ന് അലീനയ്ക്കും ഒരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞതോടെ ഔതുക്കുട്ടിച്ചായൻ അലീനയോട് പറയുകയാണ്, അവൻ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ട്, എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിറ്റേന്ന് രാവിലെ ഡ്രൈവർ ബൈജു ആണ് ജീപ്പിൻ്റെ ബമ്പർ വളഞ്ഞു പുളഞ്ഞിരിക്കുന്നത് കണ്ടുപിടിച്ചത്. അവനത് അലീനയോട് പറഞ്ഞു. അവൾ സ്റ്റാൻലിയെ സമീപിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, പപ്പ ജീപ്പിന് എന്തു പറ്റിയതാണ്? എവിടെയോ ഇടിച്ച ലക്ഷണമുണ്ടല്ലോ. ആ ഇടിച്ചു, അവിടെ ഒരു കാറിൻ്റെ പുറകിൽ. സംഭവം എവിടെ വെച്ചായിരുന്നു? അത് റീതാമ്മയുടെ വീട്ടിൽ വെച്ച്. റീത്താമ്മ ആൻറ്റിയുടെ വീട്ടിലോ? സ്റ്റാൻലി ഉത്തരവൊന്നും പറഞ്ഞില്ല. അലീനയ്ക്കെല്ലാം മനസ്സിലായി. അവൾ വീണ്ടും ചോദിക്കുകയാണ്, ആ കാർ പപ്പ നശിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ വലിപ്പം ലേശം കുറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓ അത് ശരി. എന്നാലും പഴയ രീതിയിലാക്കി വെക്കുവാൻ എത്രയായിരം രൂപയുടെ റിപ്പയറിംഗ് വേണ്ടി വരും? ഓ അതിന് ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിൽക്കുന്നതാ ലാഭം. അത് കുറച്ച് കടന്നുപോയി കേട്ടോ പപ്പ. പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമല്ലേ. എത്ര ലക്ഷം രൂപയുടെ മുതലാണത്? ആ അതിപ്പോൾ അങ്ങേയറ്റം 1-2 ലക്ഷം രൂപ കിട്ടിയേക്കും. പഴയ കാറാണ്. ലക്ഷം രൂപ പപ്പായ്ക്ക് നിസ്സാരമായിരിക്കും അല്ലേ? പക്ഷേ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 50 അനാഥ കുട്ടികൾക്ക് 100 ദിവസം ഭക്ഷണം കൊടുക്കാമായിരുന്നല്ലോ. അത് കേട്ടപ്പോഴേക്കും സ്റ്റാൻലിക്ക് വല്ലാതെ ചൊറിച്ചിൽ കയറി. അയാൾ പറയുകയാണ്, മതി നീ അങ്ങ് നിർത്ത്. നീയും നിന്റെ കുറേ അനാഥ കുട്ടികളും. നിന്റെ അപ്പനായ എനിക്ക് എത്ര അനാഥ കുഞ്ഞുങ്ങളുടെ അളവും തൂക്കവും ഉണ്ട്. നീ ലോകത്തെ സകല കാര്യങ്ങളും അളക്കുന്നത് ആ സ്കെയിൽ വെച്ചാണല്ലോ. എന്ത് വില വരും എനിക്ക്? പറ. അനാഥ കുഞ്ഞുങ്ങളുടെ വിലയുണ്ടോ? അതോ 5 അതോ 10? അവരുടെ മുമ്പിൽ നിന്ന് എനിക്ക് യാതൊരു വിലയുമില്ലേ? അലീന മിണ്ടിയില്ല. സ്റ്റാൻലി കോപത്തോടെ അവളുടെ മുൻപിൽ ഒന്നടങ്ങ് പോയി. ഔതക്കുട്ടിച്ചായൻ വന്ന് അലീനയെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, നീ എന്തിനാ മോളെ വെറുതെ ഒരു പണിയുമില്ലാതെ അവനോട് തർക്കിക്കാൻ പോകുന്നത്? ഒന്നാമത്തെ അവൻ ഈ അനാഥാലയം, അനാഥ കുട്ടികൾ എന്നൊക്കെ കേൾക്കുന്നതേ ഇപ്പോൾ വിഷമമാ. അന്നേരം നീ അവരെ വെച്ച് അവനെ കുറ്റപ്പെടുത്തിയാൽ അവൻ ഇഷ്ടപ്പെടുമോ? അവനാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്ന സമയമാ. എന്നാലും വല്യപ്പച്ച, നല്ലൊരു കാർ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? കഷ്ടമല്ലേ അത്? അയ്യോടാ, നീ തന്നെയല്ലേ പറഞ്ഞത് ആ കാറിന് ഓട്ടം കൂടുതലാണെന്നും അത് നിയന്ത്രിക്കണമെന്നും എൽസമ്മയ്ക്കും മക്കളുമായിട്ട് ലാലിച്ചം കൊടുത്ത കാറ് റീത്താമ്മ സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ടു നടക്കുകയാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും നീയല്ലേ പറഞ്ഞത്? അതിങ്ങനെ നശിപ്പിക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? നന്നായി പോയെന്നായി എനിക്ക് തോന്നുന്നത്. അവളുടെ സൂക്കേട് ഇമ്മിണിയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ തീർന്നല്ലോ അത്. നിന്റെ ജോലി എളുപ്പമായി. ആ കാറിൻ്റെ പേരും പറഞ്ഞ് മാസം തോറും എത്ര തുക കൊടുക്കുന്നുണ്ടെന്ന് നീ അന്വേഷിക്കാൻ ഇരിക്കുകയായിരുന്നില്ലേ? ആ അതൊക്കെ എന്ത് തന്നെയായാലും ഞാൻ അന്വേഷിക്കും. അതുമാത്രവുമല്ല, വീട്ടു ചെലവിൻ്റെയും കുട്ടികൾ പഠിക്കുന്നതിൻ്റെയും മറ്റുള്ള ഐറ്റത്തിൻ്റെയും ഒക്കെ എല്ലാ തുകയും കൂടി എത്ര കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. നമ്മൾ പോയപ്പോൾ അവിടുത്തെ രീതികൾ കണ്ടതാണല്ലോ. അത് വെച്ച് എങ്ങനെ കണക്ക് കൂട്ടിയാലും മാസം 10,000 രൂപയിൽ കൂടുതൽ എൽസമ്മ ആൻറ്റിക്കും മക്കൾക്കും വേണ്ടി ചിലവാകുന്നില്ല. ആ വീട് കിടക്കുന്നത് കണ്ടോ വല്യപ്പച്ച? തൊഴുത്തുപോലെ. അവിടെ നേരം വണ്ണം ഭക്ഷണം പോലും ഉണ്ടാക്കുന്നില്ല. അതെങ്ങനെയാ? എൽസമ്മ ആൻറ്റിക്ക് മിക്കപ്പോഴും ദാനകേന്ദ്രത്തിലല്ലേ. പിന്നെ റീത്താമ്മ ആൻറ്റി വല്ലതും ഉണ്ടാക്കി കൊടുക്കണം. റീത്താമ്മ ആൻറ്റിയുടെ വീട് ഞാൻ കണ്ടു. ഫർണിച്ചറും അലങ്കാരപ്പണികളും ഒക്കെ നല്ല പോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. എൻ്റെ മോളെ നീ അതിനകത്തൊന്നും ചെന്ന് തലയിടാതെ ഇരിക്കുന്നതാണ് ബുദ്ധി.
എൻ്റെ പപ്പയുടെ ഭാര്യയും മക്കളും അനുഭവിക്കേണ്ട മുതൽ അങ്ങനെ വേറൊരുത്തി സൂത്രത്തിൽ തട്ടിയെടുക്കണ്ട. ആ ചൂഷണം നിർത്തണം. എൻ്റെ കാലൊന്ന് ശരിയായിക്കോട്ടെ. റബ്ബർ തോട്ടത്തിലെ ഓഫീസിൽ പോയി കണക്കെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. കൊടുത്ത പൈസയൊക്കെ കണക്ക് കാണുമല്ലോ അക്കൗണ്ട് ബുക്കിൽ. ഓഹോ, കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? നമുക്ക് നോക്കാം വലിയപ്പച്ച, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അലീന ഒരാലോചനയോടെ പറഞ്ഞിട്ട് തിരികെ നടക്കുകയാണ്. നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ട് ഔദിക്കുട്ടി ചായൻ സിറ്റ് ഔട്ടിലേക്ക് വന്നത്. ഒരു ഓട്ടോറിക്ഷ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് കണ്ടു. നായ്ക്കളെ പേടിച്ചിട്ടാവണം എഞ്ചിൻ ഓഫാക്കിയിട്ടില്ല. ആൻ്റപ്പൻ പുറത്തേക്ക് വന്നു. ചില ശബ്ദങ്ങളും ആംഗ്യ വിക്ഷേപങ്ങളും കൊണ്ട് നായ്ക്കളെ അടക്കി നിർത്തി. ഓട്ടോറിക്ഷയിൽ വന്നയാൾ അതിൽ നിന്നും പുറത്തിറങ്ങി. ഔദക്കുട്ടി ചായൻ ആളിനെ മനസ്സിലായി. അലീനയുടെ ഇഷ്ടക്കാരൻ. പേരയാൾ മറന്നു പോയിരുന്നു. ചെറിയൊരു ബാഗ് ചുമലിലിട്ട് അലസമട്ടിൽ അവൻ സിറ്റ് ഔട്ടിന് നേർക്ക് ചെന്നു. ഔദക്കുട്ടിച്ചായനെ നോക്കി അവൻ പുഞ്ചിരിച്ചു. ഔദക്കുട്ടിച്ചായന് പക്ഷേ ചിരിയൊന്നും വന്നില്ല. എന്നെ മനസ്സിലായില്ലേ മനുശങ്കർ? മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഔദക്കുട്ടിച്ചായന് ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ പറയുക. ആ, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അലീന എവിടെ? അവൾ ആ മുറിയിൽ എങ്ങാനും കാണും. അത്രയും പറഞ്ഞിട്ട് ഔദക്കുട്ടിച്ചായൻ മനുവിൻ്റെ മുമ്പിൽ നിന്ന് പോയി കഴിഞ്ഞു. മനുശങ്കർ ചെറിയൊരു സങ്കോചത്തോടെ ഇടനാഴിയിലേക്ക് കയറി. ഇരുപ്പുമുറി ഹാള്, അതിനപ്പുറം അലീനയുടെ റൂമിന്റെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അവൻ വിരലുകളാൽ വാതിക്കൽ മെല്ലെ മുട്ടി ശബ്ദമുണ്ടാക്കി. ആരാ? വാതിൽ തുറന്നോളൂ. മനുശങ്കർ വാതിൽ തുറന്നു. അലീന കട്ടിലിന്റെ ക്രാസിയിൽ തലയിണ ചാരി വെച്ച് വായിച്ചുകൊണ്ട് ചാരിക്കിടക്കുകയാണ്. മനുശങ്കറിനെ കണ്ടതും ഇരുട്ടത്ത് ഓർക്കാപ്പുറത്ത് സൂര്യൻ ഉദിച്ചതുപോലെ അവൾ അത്ഭുത സ്തബ്ധയായി. അവളുടെ അരികെ നിലത്ത് മുൻകാലുകൾ നീട്ടി പതിഞ്ഞു കിടക്കുന്ന രണ്ട് നായ്ക്കൾ പൊടുന്നനെ ഗർജിച്ചുകൊണ്ട് മനുശങ്കറിന്റെ നേർക്ക് കുതിച്ചു. അലീനയെ കണ്ട ആഹ്ലാദം അടുത്ത നിമിഷം ഇടിയെ വെട്ടിയതുപോലെ ഒരു ഞെട്ടലായി മാറി. നായ്ക്കൾ മനുവിന്റെ അടുത്ത് മുമ്പേ അലീന അവയെ ശാസിച്ച് വിളിക്കുന്നത് കേട്ടു. നായ്ക്കൾ ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നുപോയി. തിരിഞ്ഞ് അലീനയെ നോക്കിയ ശേഷം അവ മനുശങ്കറിന്റെ മുഖത്തേക്കും കൈകളിലേക്കും കാലുകളിലേക്കും നോക്കി. അലീന പെട്ടെന്ന് കിടക്കയിലേക്ക് എഴുന്നേറ്റിരുന്നിട്ട് നായ്ക്കളെ തിരികെ വിളിച്ചു. ഇവിടെ വാ. നായ്ക്കൾ രണ്ടുപേരും അവളുടെ സമീപത്തെത്തി. മനു വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. മനുവേട്ട, ഇങ്ങ് കയറി പോന്നട്ടെ. ഇവരെ പേടിക്കുകയൊന്നും വേണ്ട. മനുവിൻ്റെ ശങ്ക തീർന്നില്ല. അപ്പോൾ അലീന കഷ്ടം, ഇത്രയുള്ളോ? എന്നെ വിശ്വാസം. മനുവേട്ടൻ ധൈര്യം സംബന്ധിച്ച് കട്ടിലിൻ്റെ അടുത്ത് എത്തി. നായ്ക്കൾ അനങ്ങാതെ അവനെ തന്നെ നോക്കി കിടക്കുകയാണ്. മനു അലീനയുടെ നേർക്ക് കൈകൾ നീട്ടി. അവൾ ആ കരം ഗ്രഹിച്ചു. മനുവേട്ടൻ പേടിച്ചോ? പിന്നെ പേടിക്കാതെ. കടുവകളെ പോലെ ഇരിക്കുന്ന രണ്ടെണ്ണം നേരെ മുൻപിലോട്ട് ചാടി വരുമ്പോൾ നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കത്തിച്ചാമ്പലായി പോകില്ലേ? സോറി മനുവേട്ട, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇരിക്കും മനുവേട്ട. ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്ട്. എനിക്ക് കാല് നിലത്ത് കുത്താൻ മേലാഞ്ഞിട്ടാ. മനുശങ്കർ ആ കസേര നീക്കി കട്ടിലിനരികിലേക്ക് കൊണ്ടുവന്നിട്ടു. അവൻ ഇരുന്നതും നായ്ക്കൾ അവൻ്റെ കാൽ മണപ്പിച്ചു നോക്കി. മനു സംശയത്തോടെ നായ്ക്കളെ നോക്കുന്നത് കണ്ട് അലീന പറയുക, പേടിക്കേണ്ട മനുവേട്ട, മണം പിടിച്ചെടുത്ത് സേവ് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്ത തവണ അബദ്ധം പറ്റുത്തരുതല്ലോ. അത് കേട്ടിട്ട് മനുശങ്കറിൻ്റെ ചിരി വന്നു. അലീന വിസ്മയാധീനയായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ അവളെയും. തുടർന്ന് ഒരു പുഞ്ചിരിയോടുകൂടി മനുശങ്കർ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് അതിശയം തീരുന്നില്ല. ഇതൊരു ഷോക്കായിപ്പോയി കേട്ടോ. എന്നോടൊന്ന് സൂചിപ്പിച്ചത് പോലും ഇല്ലല്ലോ വരുമെന്ന്. ഓർക്കാപ്പുറത്ത് കാണാൻ ഒരു കൊതി, ആരൊക്കെയോ പറ്റിച്ചിട്ട് ഒരു കള്ളത്തരം കാട്ടുന്ന സുഖം, ഒരു കുസൃതി, പിന്നെ എന്തൊക്കെയോ. അവൻ പറഞ്ഞു. മനുവേട്ടന് ക്ഷീണമാണല്ലോ. യാത്ര ചെയ്തിട്ടാ നേരെ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. എൻ്റെ ഭൂലോക തലസ്ഥാനം ഇപ്പോൾ കുളത്തൂപ്പുഴയാണ്. അവിടെയാണ് ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ബാംഗ്ലൂരിൽ വന്ന് എന്നെ വീശുന്ന കാശറ്റൊക്കെ ഇവിടെ നിന്നുള്ള യാത്ര തിരിക്കുന്നതാ. അലീന ചോദിക്കുകയാണ്, വട്ടായിപ്പോയി. പിന്നല്ലേ എപ്പോഴേ. ഇത് പന്നിപ്പനി പോലെ പകരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മനുവേട്ട? ഒരു രക്ഷയില്ല. അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ഈ മുടിയൊക്കെ എന്ത് കാണിച്ചിട്ടാ ഇങ്ങനെ? പാടത്തെ കാറ്റുവീഴ്ച പോലെ. അവൾ കൈ നീട്ടി വിരലുകളാൽ അവൻ്റെ മുടി കോതി ഒതുക്കി. ഓരോ മുടിനാരിലൂടെയും ഇലക്ട്രിക് ചാർജ് പ്രവഹിക്കുന്നുണ്ടെന്ന് മനുവിന് തോന്നി. നെറുകയിൽ നിന്ന് ഒരു കോരിത്തരിപ്പ് പടർന്നു. ദേഹം ആസകലം വ്യാപിച്ചു. അവൾ കൈയെടുക്കരുതേ എന്നവൻ കൊതിച്ചുകൊണ്ടിരുന്നു. അലീന കൈ പിൻവലിക്കുവാൻ ഭാവിച്ചതും അവൻ ആ കൈ പിടിച്ച് വിരലുകൾക്ക് മീതെ ചുംബിച്ചു. അലീനയുടെ മുഖം അരുണാഭമായി. ഒരു സുഖതാരുണ്യത്തിൽ മനസ്സ് കുതിർന്നു. അവൾ മെല്ലെ കൈ പിൻവലിച്ചു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് എണീറ്റ് വന്ന് ഒരു ചായ ഇട്ട് തരാൻ പോലും വയ്യല്ലോ മനുവേട്ടാ. എനിക്കൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ മാത്രം മതി. മനുവേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. ആ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കടപ്പാട്ടൂരോട്ട് പോയിട്ടുണ്ടായിരുന്നു. രോഹിത്ത് ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂർ വരാനിരിക്കുകയാണ്. അവന് എൻ്റെ കൂടെ താമസിക്കാം. എനിക്ക് അവനെ ഗൈഡ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ ബബിത, അവളിപ്പോൾ എറണാകുളത്താ. നിന്നെ അവളിപ്പോൾ വിളിക്കാറൊന്നുമില്ല അല്ലല്ലേ? അവളുടെ ഫോണും നമ്പറും എല്ലാം മാറി. രോഹിത്തിനോട് നമ്പർ വാങ്ങി ഞാൻ വിളിച്ചിട്ട് ഒരു തവണ പോലും അവൾ ഫോൺ എടുത്തില്ല. തിരിച്ച് വിളിച്ചതുമില്ല. രോഹിത്ത് എന്നോട് പറഞ്ഞു.
അവൾ പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആയിട്ടുണ്ട് കാര്യങ്ങളെന്ന്. അവളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അവളുടെ കാര്യങ്ങൾ ആരും ഇടപെടാനും പാടില്ല. അങ്ങനെ ചില പിടിവാശികളൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ നിന്ന് മക്കൾ മുതലെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അവളുടെ ഇപ്പോഴത്തെ ദുസ്വാതന്ത്ര്യം. അമ്മ പറഞ്ഞാൽ അവൾ കേൾക്കില്ല. മനുവേട്ട, വൈജ ആൻറ്റിക്ക് അങ്കിളിൻ്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി മക്കളെ കരുവാക്കാൻ മടിയില്ലല്ലോ. മക്കൾ അങ്കിളിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ബബിതയ്ക്ക് നല്ലൊരു ചേഞ്ച് വന്നതായിരുന്നു. അത് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ അവൾ എല്ലാവരേക്കാളും മിടുക്കിയായിരുന്നേ. എനിക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ മനുവേട്ട. ആ, അതൊക്കെ പോട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ചെയ്യാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതൊക്കെ കഴിഞ്ഞില്ലേ? ഒരു തോൽവി പറ്റി മനുവേട്ട. പപ്പയുടെ ഭാര്യയെയും മക്കളെയും ഇവിടെ എത്തിക്കുവാനും അവരെ ഒന്നിപ്പിക്കുവാനും കഴിയുമെന്നാ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. നടന്നില്ലെന്ന് മാത്രവുമല്ല, നമുക്കിപ്പോൾ നടക്കാൻ പറ്റാതെയുമായി അല്ലേ? ഏയ് സാരമില്ല മനുവേട്ട, എൻ്റെ കാലൊക്കെ പെട്ടെന്നങ്ങ് ശരിയായിക്കോളും. ഉടനെ മനുശങ്കർ ചോദിക്കുകയാണ്, അല്ല, നമ്മുടെ കാര്യം എങ്ങനെയാ? ഞാനതങ്ങ് തുറന്നു ചോദിക്കുകയാ. എനിക്ക് 27 വയസ്സ് കഴിയുന്നു, നിനക്ക് 24. ഇങ്ങനെ പോയാൽ മതിയോ? അതിന് അലീന മനുവേട്ട, അതിന് ഞാൻ ഒരിടത്തും എത്തിയില്ലല്ലോ. ഇത്രയൊക്കെ എത്തിയാൽ പോരെ അലീന? അലീനയുടെ മൗനം മനുശങ്കരനെ ആശങ്കാഭരിതനാക്കി. അല്ല, പപ്പ സമ്മതിക്കത്തില്ല എന്നുള്ള ഭയമാണോ? നിനക്ക് പപ്പയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതെങ്ങനെയെന്ന് അതിനെക്കുറിച്ച് ക്ഷമയും കാത്തിരിപ്പും ഒക്കെ വേണ്ടി വരും. അലീന, നിനക്ക് പറഞ്ഞുകൂടെ? എനിക്ക് ഈ കല്യാണം മതി, അയാളെ മാത്രം മതി, സ്വത്തോ പണമോ സ്വർണമോ മറ്റോ ആഡംബരങ്ങളോ ഒന്നും വേണ്ടെന്ന്. ഞാനത് പറഞ്ഞിട്ടുണ്ട് മനുവേട്ട. എന്നിട്ട് സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത മാർഗം നോക്കണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അച്ഛനമ്മമാരുടെയോ മറ്റാരുടെയെങ്കിലുമോ പിടിവാശിക്ക് ബലിയാടാനുള്ളതല്ല അത്. മനുവേട്ട, കുറച്ച് സമയം കൂടി വേണ്ടിവരും. എത്ര നാൾ നിനക്കൊരു കാലാവധി പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ കാലാവധി പറയും. ഇപ്പോൾ പപ്പയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പപ്പയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എനിക്കതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പപ്പയുടെ ഒരു മനമാറ്റം ഉണ്ടാകുന്നത് വരെ. മനമാറ്റം ഉണ്ടായില്ലെങ്കിലോ? വേറൊരാളുടെ കൂടെ എനിക്കൊരു ജീവിതം ഇല്ല മനുവേട്ട. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. മനുശങ്കർ പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൾ ജീൻസിന്റെ പോക്കറ്റിൽ തിരികെക്കൊണ്ട് മുറിയിലൂടെ ചിന്താധീനനായി നടന്നു. ഒടുവിൽ അലീനയുടെ മുമ്പിൽ വന്നു നിന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണം അലീന? മനുവേട്ട, അതിപ്പോൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണമെന്നൊന്നും നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. മനുവേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. വേറൊരാളെ കല്യാണം കഴിക്കണമെങ്കിൽ അതും ചെയ്യാം. മനുശങ്കർ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് നിമിഷങ്ങളോളം നിന്നു. എന്നിട്ട് അവൻ പറയുക, എനിക്കിപ്പോൾ എന്താ തോന്നുന്നതെന്നറിയുമോ? ഒറ്റ അടി വെച്ച് തരാൻ. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നു. അലീന അത് കേട്ടുകൊണ്ട് മുഖം താഴ്ത്തിയിരുന്നു. തുടർന്ന് മനുശങ്കർ ചുമലിൽ കിടന്ന ബാഗ് എടുത്ത് സിബ് തുറന്ന് ബാംഗ്ലൂരിൽ നിന്നും അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സ്വീറ്റ്സിൻ്റെ പാക്കറ്റുകൾ കിടക്കയിലേക്ക് കുടഞ്ഞിട്ടു. ബൈജുവിനെ വിളിക്കുവാൻ വേണ്ടി പോയ ആൻ്റപ്പൻ തിരിച്ചു വന്നിട്ട് അലീനയോട് പറയുകയാണ്, കേണൽ സാബ് പുറത്തു പോകുന്നുണ്ട്, അപ്പോൾ ഇയാളെ ടൗണിലേക്ക് ഇറക്കാമെന്നാ പറഞ്ഞത് എന്ന്. അതിന് അലീന, ആൻ്റപ്പൻ ചേട്ടനോട് ഞാൻ പറഞ്ഞത് ബൈജുവിനെ വിളിക്കാനല്ലേ. ഞാൻ ബൈജുവിനെ വിളിച്ചുകൊണ്ട് വന്നതാ മോളെ. അപ്പോഴാ സാബ് ഇങ്ങനെ പറഞ്ഞത്. അലീന അതിനല്പം പന്തികേട് മണത്തു. ഇവിടെ വന്നപ്പോൾ മുതൽ വൈകുന്നേരം വരെ മനുശങ്കർ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് പപ്പയ്ക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. തൊട്ടടുത്ത നിമിഷം വാതിൽക്കൽ ഒരു കാലൊച്ച കേട്ടു. രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അത് സ്റ്റാൻലി ആയിരുന്നു. സ്റ്റാൻലി പറയുകയാണ്, ഞാൻ റെഡിയാണ്, പോകാം മനുശങ്കർ. വിഷമത്തോടുകൂടി ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഒപ്പം അലീനയും. എന്നിട്ട് അവൾ പറയുകയാണ്, മനുവേട്ട, എന്നെ ഒന്ന് താങ്ങി പിടിക്കാമോ? മനുശങ്കർ ശങ്കിച്ചു. അലീന അവൻ്റെ നേർക്ക് കൈ നീട്ടി. അവൻ സ്റ്റാൻലിയെ ഒന്ന് നോക്കിയിട്ട് അവളുടെ കൈയെടുത്ത് തോളത്ത് ചുറ്റി. സ്റ്റാൻലി മുറുകിയ മുഖത്തോടു കൂടി രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുകയാണ്. മനുശങ്കർ അലീനയെ താങ്ങി നടത്തി സിറ്റ് ഔട്ടിൽ എത്തിച്ചു. സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ നടന്നു ചെന്ന് കാറിൽ കയറി. മനുശങ്കർ അലീനയെ നോക്കി അവളുടെ കൈത്തലം പിടിച്ചമർത്തി മൂഖമായി യാത്ര ചോദിച്ചു. അവൾ മന്ദഹസിച്ചുകൊണ്ട് ശിരസനക്കി യാത്രാനുമതി നൽകി. മനുശങ്കർ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും സ്റ്റാൻലി പോർച്ചിൽ നിന്നും കാറ് മുറ്റത്തേക്ക് ഇറക്കിയിരുന്നു. അയാൾ തന്നെ അവന് വേണ്ടി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. മനുശങ്കർ അകത്ത് കയറി. ഡോർ അടച്ചു. കാർ അടുത്ത നിമിഷം മുൻപോട്ട് കുതിച്ചു. മനുശങ്കറിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. കാർ ഓടി മറയുന്നത് നോക്കി അലീന ആശങ്കയോടെ സിറ്റൗട്ടിൽ നിന്നു. കുളത്തുപുഴ ടൗണിൽ എത്തിയപ്പോൾ മനുശങ്കർ പറയുകയാണ്, ഇവിടെ നിർത്തിയാൽ മതി, എനിക്ക് ഇവിടുന്ന് ബസ് കിട്ടും. പക്ഷേ സ്റ്റാൻലി കാർ നിർത്താൻ കൂട്ടാക്കിയില്ല. ടൗൺഷിപ്പ് പിന്നിട്ടതോടെ കാർ വേഗത കൂട്ടി. മനുശങ്കർ സംശയത്തോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കിയാണ്. അയാളുടെ മുഖം മുറുകിയിരിക്കുന്നു. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. സ്പീഡോമീറ്ററിലെ സൂചി കുതിച്ചു കയറുകയാണ്. കാർ നിലം തൊടാതെ പറക്കുകയാണെന്ന് തോന്നി. വളവുകളിൽ കാർ വെട്ടിത്തിരിയുന്നത്, ടയറുകൾ റോഡിൽ ഉലസുന്ന ശബ്ദം, കുതിര ചിനക്കുന്നത് പോലെ ഒരു പാലം കടന്ന് വളവെടുത്തുടൻ സഡൻ ബ്രേക്ക് ഇട്ട് വീണു. മനുശങ്കറിന്റെ തല ഡാഷ്ബോർഡിൽ ചെന്ന് ഇടിക്കേണ്ടതായിരുന്നു. റോഡിന്റെ മാർജിനിലേക്ക് ഇറങ്ങിയാണ് കാർ നിൽക്കുന്നത്. മനുശങ്കർ മുഖം തിരിച്ചു സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി എഞ്ചിൻ ഓഫ് ചെയ്തു. കീ എടുത്തിട്ട് മനുശങ്കറിനോട് പറയുക, ഇറങ്ങി വാ.
മനുശങ്കർ ചുറ്റും നോക്കി. വിജനമായ ഒരു സ്ഥലം, റോഡിന് മുകളിലും താഴെയും റബ്ബർ തോട്ടം, ഒരു വീടും എവിടെയും കാണാനില്ല. സ്റ്റാൻലി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മനുശങ്കറും ആശങ്കയോടെ ഇറങ്ങിച്ചെന്നു. സ്റ്റാൻലി കാറിന്റെ മുൻപിൽ ചെന്ന് നിന്നു. മനുശങ്കർ ആകട്ടെ കാറിന്റെ ബോണറ്റിന് ഇപ്പുറത്ത് നിലയുറപ്പിച്ചു. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ തിരുകി ലൈറ്റർ തെളിയിച്ചു. അതിന്റെ അറ്റത്ത് തീക്കനൽ ഉണ്ടാക്കി. സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് മനുശങ്കറിനെ നോക്കി. എന്നിട്ട് മുൻപോട്ട് വരുവാൻ ആംഗ്യം കാട്ടി. മനുശങ്കർ കാറിന്റെ മുൻപിൽ ചെന്ന് നിന്നു. ബാംഗ്ലൂരിലാണ് ജോലിയല്ലേ? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കാറില്ല എപ്പോഴും. മറക്കേണ്ടതൊക്കെ മറക്കും. സാമാന്യമല്ല, നല്ല ജോലിയല്ലേ? അതെ. ശമ്പളം എത്രയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അത് എത്രയായാലും എന്നെ ബാധിക്കുന്നുമില്ല. എന്നാലും മിസ്റ്റർ മനുശങ്കറിന് ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശമ്പളം ഉണ്ടാകും അല്ലേ? അതെ, ഉണ്ട്. വേണ്ടി വന്നാൽ ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ചെയ്യാനും സാധിക്കും. സാധിക്കും. ജോലി ചെയ്യുന്നത് IT കമ്പനിയിലാകുമ്പോൾ കൂടെ ഒരുപാട് മലയാളി പെൺകുട്ടികളും തമിഴത്തികളും ഒക്കെ കാണുമല്ലോ. അതെ, അത് അങ്ങനെ ആരെങ്കിലും നോക്കുന്നതല്ലേ ബുദ്ധി. അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് മനുവിന് മനസ്സിലായി. അവൻ പറയുകയാണ്, ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. അതൊക്കെ മുമ്പേ തന്നെ നോക്കേണ്ടതായിരുന്നല്ലോ. ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഒരേ പ്രൊഫഷൻ, ഒരേ കാഴ്ചപ്പാട്, ഒരേ തട്ടകം, ഇതൊക്കെയല്ലേ പ്രധാനമായി നോക്കേണ്ടത്? അതിന് മനുശങ്കർ, അതിനൊക്കെ അപ്പുറത്ത് മനസ്സ് എന്നൊരു സംഗതി കൂടി ഉണ്ടല്ലോ നമുക്ക്. മനസ്സ് അതൊരു മണ്ണാങ്കട്ടയാണ്. ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു കരിയിലയും. മഴ വരുമ്പോൾ കരിയില മുകളിൽ കയറിയിരിക്കുന്നു. മണ്ണാങ്കട്ടയെ നനയാതെ രക്ഷിക്കും. കാറ്റു വരുമ്പോൾ മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ നിന്ന് കരിയിലയും സംരക്ഷിക്കും. പക്ഷേ കാറ്റും മഴയും കൂടി ഒരുമിച്ച് വന്നാലോ? കരിയില അങ്ങ് പറന്നു പോകും. മണ്ണാങ്കട്ടയുടെ അവസ്ഥയോ? അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി സ്റ്റാൻലി മനുശങ്കറിന്റെ മുഖത്തേക്ക് നോക്കി. മനു മിണ്ടിയില്ല. അപ്പോൾ വീണ്ടും അയാൾ പറയുകയാണ്, പഴയൊരു മുത്തശ്ശി കഥയാണ് അത്. അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? ബാംഗ്ലൂരിലെ IT കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിന് എന്തുകൊണ്ടും ചേരുന്ന ജോഡി IT പെൺകിടാവ് തന്നെയാണ്. ഇക്കാലത്ത് ജാതിമത ഭേദങ്ങളൊന്നുമില്ലല്ലോ. മലയാളി മറാഠി പെണ്ണിനെ കിട്ടുന്നു, പഞ്ചാബിയെ കിട്ടുന്നു, ഗുജറാത്തിയെ കിട്ടുന്നു. ഉടനെ മനുശങ്കർ അതങ്ങ് ഊന്നി പറഞ്ഞു, അത് ശരിയാ, ജാതി മതഭേദം ഈ കാലത്ത് ഒട്ടുമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അലീനയുടെ ഒരു ജീവിത രീതി അറിയാലോ. സ്വാർത്ഥതയും അതിമോഹവും തീരെയില്ല. പൈസ ഉണ്ടാക്കണമെന്നില്ല, സൂക്ഷിച്ചു വെക്കണമെന്നില്ല, സുഭിക്ഷമായി ജീവിക്കണമെന്നില്ല. പണം ചോരുന്ന കൈകളാണ് അവളുടേത്. ഞാൻ ഈ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല സ്വഭാവം, അനുകമ്പ, കരുണ, ദാനശീലം, എല്ലാവർക്കും നന്മ വരണമെന്നുള്ള ആഗ്രഹം, സഹായ സന്നദ്ധത എല്ലാം നല്ലതാണ്. പക്ഷേ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ എടുത്ത് അവൾ ദാനധർമ്മങ്ങൾക്ക് കൊടുത്താൽ നിനക്ക് ദേഷ്യം വരില്ലേ? മനുശങ്കറിന് മനസ്സിലായി. കുഴയ്ക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. വളരെ സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ. അതുകൊണ്ട് തന്നെ മറുപടി പറയാതെ ഇനിയും കേൾക്കട്ടെ എന്ന മട്ടിൽ മനു നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി, ആർക്കായാലും ദേഷ്യം വരും. നിനക്കൊരു പദ്ധതി കാണും. വീടുണ്ടാക്കണം. അതിനുള്ളിൽ മെച്ചപ്പെട്ട വീട്ടുപകരണങ്ങൾ വേണം. കുറച്ച് പൈസ LICയിൽ ഇടണം. ഒരു നമ്പർ ചിട്ടി വേണം. ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചെറിയൊരു നിക്ഷേപം വേണം. ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും ഒരു ചെറിയ കാർ വാങ്ങണം. കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ നല്ല കോച്ചിങ് കിട്ടുന്ന സ്കൂളിൽ പഠിപ്പിക്കണം. ഇതൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ന്യായമായ ആഗ്രഹങ്ങളാണ്. ഇത്രയെങ്കിലും ആഗ്രഹിക്കാത്തവൻ അലസനും മടിയനും ഉത്കർഷേച്ഛ ഇല്ലാത്തവനും ആയിരിക്കും. തന്നെ ഒരു കുരുക്കിലേക്കാണ് പിടിച്ചിടുകയെന്ന് മറിച്ച് താൻ നിൽക്കുന്നത് ചുറ്റും വേലി കെട്ടിയ ഒരു കുരുക്കുണ്ടാക്കിയിട്ടാണെന്നും ബുദ്ധിമാൻ മനുശങ്കറിന് കാര്യം വ്യക്തമായി. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, അലീനയുടെ പപ്പ പറഞ്ഞതൊക്കെ ശരിയാണ്. അവൻ സമ്മതിച്ചു കൊടുത്തു. ചിന്തിച്ചിട്ട് മാത്രമേ മറുപടി പറയാവുള്ളൂ. നീ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വെച്ചിരുന്ന പൈസ എടുത്ത് അവൾ 50 അനാഥ കുട്ടികൾക്ക് ഡ്രസ്സും പുസ്തകവും കുടയും ചോറ്റുപാത്രവും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവൾ നിന്റെ ഡ്രസ്സ് കൈകൊണ്ട് വാഷ് ചെയ്യും. നീ മ്യൂച്വൽ ഫണ്ടിൽ കരുതുന്ന പൈസ എടുത്ത് അവൾ 10 അനാഥ കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. നീ കാർ വാങ്ങാൻ വെച്ച പൈസ കൊണ്ട് അവൾ ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ കല്യാണം നടത്തുവാൻ നിർബന്ധിക്കും. നീ ചിട്ടി പിടിച്ച പൈസ കൈ കിട്ടുമ്പോൾ അവൾ ബാക്കി പറയുവാൻ അനുവദിക്കാതെ മനുശങ്കർ പെട്ടെന്ന് ഇടയ്ക്ക് കയറി. എന്നിട്ട് ചോദിക്കുകയാണ്, അങ്കിൾ, അപ്പോൾ അലീനയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അലസനും മടിയനും ഒരു വകയ്ക്ക് കൊള്ളാത്തവനുമായ ഒരുത്തനെ തന്നെയാണോ? പെട്ടെന്ന് ഒരു നിമിഷം അന്തം വിട്ട് നിന്നിട്ട് സ്റ്റാൻലി അങ്ങ് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറയാണ്, ഉഗ്രൻ ചോദ്യം, അഭിനന്ദനങ്ങൾ, വെരി ഗുഡ്, യു ആർ ഇൻ്റലിജൻറ്റ്. സ്റ്റാൻലി കെട്ടുപോയ ആ സിഗരറ്റ് വീണ്ടും ലൈറ്റർ ഒലിച്ച് തീ കൊളുത്തി 2 തവണ പുക വലിച്ച് റബ്ബർ തോട്ടത്തിന് നേരെ ഊതി പറത്തിയിട്ട് എന്നിട്ട് പിന്നെയും പറയുകയാണ്, കൊള്ളാം, പക്ഷേ ഞാൻ അവളെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരുത്തിന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ. അവൾ അനാഥരെ സഹായിക്കുന്നതിൽ ഒട്ടും എതിർപ്പില്ലാത്ത ഒരാൾ. അയാൾ ധനവാനായിരിക്കും. അയാൾക്ക് സ്വന്തമായിട്ട് വീടും കാറും വീട്ടുപകരണങ്ങളും ബാങ്ക് ഡെപ്പോസിറ്റും ഉണ്ടായിരിക്കണം. അലീന പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും അയാൾ സാമ്പത്തിക സ്ഥിതി അത് ബാധിക്കില്ല. അങ്ങനെ ഒരാളെ ആയിരിക്കും ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തുക. അത്രയും കേട്ടപ്പോൾ മനുശങ്കർ പറയുകയാണ്, ടാറ്റയുടെയും ബിർളയുടെയും അംബാനിയുടെയും മക്കളെയൊന്നും ഏതായാലും ഇനി കിട്ടില്ലല്ലോ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ
അലീനയെ അങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അലീന അവളുടെ ജീവിത നിലവാരം അനുസരിച്ച് മറ്റുള്ളവരെ സഹായിച്ചെന്നിരിക്കും. അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ 5000 രൂപയുടെ സഹായം ചെയ്യുന്നവൾ അംബാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 5 ലക്ഷം രൂപയുടെ സഹായം ചെയ്ത് നിന്നിരിക്കും. എത്ര ധനവാനാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുമോ? അല്ലെങ്കിലും അവളെ കല്യാണം കഴിക്കുന്നവരോട് മുൻകൂട്ടി പറയണം, എൻ്റെ മോൾക്കൊരു സ്വഭാവമുണ്ട്, അവൾ കണ്ണിൽ കണ്ടവർക്കെല്ലാം പേർക്ക് പാവങ്ങൾക്ക് കൊടുക്കും, അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയേക്കരുത് എന്ന്. അത്രയും കേട്ടപ്പോഴേക്കും സ്റ്റാൻലിയുടെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. തോക്കിൻ കുഴലിലൂടെ എന്ന വണ്ണം അയാൾ മനുശങ്കറിനെ നോക്കി. എന്നിട്ട് പറയുകയാണ്, അവൾക്ക് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായുള്ള പണം ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി അവളുടെ പേരിൽ ബാങ്കിലിടും. അതിൻ്റെ പലിശ മതിയാകും. അവൾക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. പെട്ടെന്ന് മനുശങ്കർ, ദാറ്റ്സ് ഗുഡ് ഐഡിയ. പക്ഷേ ഞാൻ അവളെ കല്യാണം കഴിച്ചാലും അങ്കിളിന് ഇത് തന്നെ ചെയ്യാമല്ലോ. എന്താ തടസ്സം? ഉടനെ സ്റ്റാൻലി, ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ അന്തസ്സിനും പണത്തിനും പ്രതാപത്തിനും ഇണങ്ങുന്ന ഒരുത്തനും മാത്രമേ ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കൂ. ആ കൊള്ളാം. അലീന സ്റ്റാൻലി ജോസഫിൻ്റെ കൂടെ താമസിക്കുന്നത് റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണലിൻ്റെ അന്തസ്സും പ്രതാപവും കണ്ടിട്ടാണോ? അങ്കിളെ, അല്ല. തനിക്ക് പണം കിട്ടുമല്ലോ എന്നുള്ള അതിമോഹം കൊണ്ടുമല്ല, അവളുടെ പപ്പായോടുള്ള അവൾക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. പണം കൊണ്ടും പദവി കൊണ്ടുമാണെന്ന് അങ്കിൾ അതിൻ്റെ വില ദയവ് ചെയ്ത് താഴ്ത്തിക്കളയരുത്. ഓക്കെ മാൻ, ഓക്കെ. ഞാൻ നിന്നോട് വാദിക്കാനൊന്നുമില്ല. ഒരു കാര്യം ഇപ്പോഴേ ഓർമ്മയെ വെച്ചേക്ക്, നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ച് തരില്ല. അതെ, എൻ്റെ അന്തസ്സിനും ഒരു ദൃഢനിശ്ചയമാണ്. ജാതിയും മതവും ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ ചെറുപ്പത്തിൽ ഒരു ഹിന്ദു യുവതിയെ പ്രാണനെ പോലെ സ്നേഹിച്ചവനാണ് ഞാൻ. പക്ഷേ ആ കുടുംബത്തിലേക്ക് ചതിയന്മാരും വചകന്മാരുമുള്ള കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലേക്ക് എൻ്റെ മകളെ ഞാൻ അയക്കില്ല. പ്രത്യേകിച്ചും അവളുടെ സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലഘട്ടത്തോളം സമ്മതിക്കില്ല. ഈ സഹോദരൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുന്ന ഓരോരോ വിശ്വാസങ്ങളല്ലേ അങ്കിൾ? ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അലീനയെ വിവാഹം കഴിക്കുവാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രവുമല്ല, അത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാരം കൂടിയാണ്. മതി, ഇവിടെ നിർത്താം. ഇനി ഒരക്ഷരം ഇതിനെപ്പറ്റി നീ സംസാരിക്കേണ്ട. ഇനി മേലിൽ നീ അലീനയെ കാണാൻ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരരുത്. എനിക്കത് മാത്രം ഇഷ്ടമല്ല. അങ്ങനെ വന്നാൽ ഞാൻ പെരുമാറുന്നത് ഈ രീതിയിലായിരിക്കില്ല. സ്റ്റാൻലി വിരലുകൾക്കിടയിൽ നിന്നും പുകയുന്ന സിഗരറ്റ് റബ്ബർ തോട്ടത്തിലേക്ക് എറിഞ്ഞിട്ട് തിരിച്ച് കാറിനടുത്തേക്ക് വന്നു. ഡോർ തുറന്നു. കേറ്, അയാൾ മനുശങ്കറിനോട് ആജ്ഞാപിച്ചു. നോ താങ്ക്സ്. മനുശങ്കർ കാറിൽ കയറുവാൻ വിസമ്മതിച്ചു. പുറത്തു തന്നെ നിൽക്കുകയാണ്. ഇവിടെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല. ഞാൻ ടൗണിൽ തിരിച്ചു കൊണ്ടുവിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ടെങ്കിൽ ഇനി അങ്കിളിൻ്റെ ഔദാര്യം സ്വീകരിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. അതെന്തിനാണ്? സ്റ്റാൻലി കാറിൽ കയറ്റിക്കൊണ്ട് വന്നിട്ട് കാടിൻ്റെ നടുവിൽ ഇറക്കി വിട്ടെന്ന് പറയാനാണോ? ഏയ്, അങ്ങനെയൊന്നും ഞാൻ ആരോടും പറയില്ല. അങ്കിൾ തിരിച്ചു പോയിക്കോ. സ്റ്റാൻലി അല്പം സംശയിച്ചു നിന്നു. പിന്നെ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ എങ്ങനെ തന്നെ വണ്ടി തിരിച്ച് മനുശങ്കർ കൈ ഉയർത്തി കാട്ടി. സ്റ്റാൻലി കാർ തിരിച്ച് കുളത്തുപുഴയ്ക്ക് വിട്ടുപോകുന്ന വഴിക്ക് അയാൾ റിയർ വ്യൂ മിററിലൂടെ നോക്കി. മനുശങ്കർ ബാഗ് പുറത്തിട്ട് റോഡിലൂടെ നടന്നു നീങ്ങുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്